അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന സ്കൈ ബ്ലോക്ക്. അത് ഒറ്റക്കല്ല, നമ്മളിവിടെ ഉണ്ട് മോൺസ് ഗെയിമർ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മോൺസ് ഗെയിമറായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, ഞാൻ MC, എന്നറിയാമോ? അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്കൈ ബ്ലോക്ക് സീരീസ്. ഇതെന്താ ഇങ്ങനെയൊന്ന് ചോദിക്കും. ഇന്ന് നമ്മൾ ഈ സ്കൈ ബ്ലോക്ക് വേൾഡിൽ സർവൈവ് ചെയ്യാൻ പോവാണ്. അതും എത്ര ദിവസമാണോ? 100 days ആണോ? അറിയത്തില്ല, പറ്റാവുന്ന രീതിയിൽ നമ്മൾ കളിക്കും. ഞങ്ങളുടെ സ്കൈ ബ്ലോക്ക് എന്തുകൊണ്ടാണ് 2 മരം എന്ന് പലരും ചോദിക്കും. ഞങ്ങൾക്ക് പോലും അറിയൂല. കിട്ടിയ മരം കൊണ്ട് ഓണം പോകുന്ന പോലെ ഞങ്ങൾ ഈ മരം കൊണ്ട് ഓണം പോകാൻ പോകുന്നു. അപ്പം നമുക്ക് തുടക്കം തന്നെ ഏത് മരം വെട്ടുവാടാ? നമുക്ക് ഓക്കിലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കിലോഗ് കാണുന്നില്ല. 2 മരം ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അതെ, ഞങ്ങൾക്ക് 2 പേർക്ക് 2 മരം. എനിക്ക് സവാല മതി. സവാലാകുമ്പോ ഒരുപാടുണ്ട്. കള്ളപ്പാട്ടേനെ പറ്റിച്ച് അവ ഉണ്ടാക്കുക കാര്യം നിന്റെ ഒരുപാടില്ലേ. ഓക്കെ ബ്രോ. അപ്പം ഇതുവരെയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചിട്ട് ബോർ അടിച്ചിരിക്കുമ്പോൾ എന്റെയും മൂന്ന് ചിരിച്ചാൽ വീഡിയോസ് വരും. അതാടാ അതെ ബ്രോ. അതെ, ഇതിപ്പോ എങ്ങനെയാ മൈൻഡ് ചെയ്യൂ? അതാണ് ഞാൻ നിന്റെ അടുത്ത് പണിഞ്ഞത്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ മൈൻഡ് ചെയ്യാ. അപ്പൊ പാകിസ്ഥാൻ രാവിലെ പൊക്കുള്ളൂല്ലോ. ഒരു ഐഡിയ ഉണ്ട് എന്തെങ്കിലും മൈൻഡ് അങ്ങനെ കിട്ടി. നീ മറിക്കേ അതിന് സ്റ്റോം വെട്ടുന്ന സമയത്ത് എന്നെയും കൂടെ പൊട്ടു. അവിടെ ഇരിക്കുക. നിന്റെ സ്റ്റോം മൈൻഡ് ചെയ്യുക. മരം വെട്ടല്ലേ. അത് ഞാനൊന്ന് പ്ലാറ്റ്ഫോം വലുതായിട്ട് ഞാൻ വെട്ടിക്കോളാം. വെട്ടൂല. നമുക്ക് എടുത്ത് കുറച്ച് റേറ്റിംഗ് അല്ലെങ്കിൽ എടുത്തിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കാം. അപ്പൊ ഞങ്ങളുടെ ഇതിന്റെ അകത്ത് 2 ഗോളുണ്ട്. ഒന്ന് എൻട്രാനെ തട്ടണം, രണ്ടാമത്തത് ഇതിന്റെ അകത്തുള്ള എല്ലാ അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലേടാ? അതെ, സുധിയുടെ കോപ്പി അതും പറയും. ഞാൻ കമന്റ് ഞങ്ങൾ റിപ്പോർട്ട് അടിച്ചു കളി. ഞാൻ കളയൂല കൈ, ഞാൻ നല്ലവനാണ്. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ റിപ്പോർട്ട് അടിക്കൂല. യൂട്യൂബായിട്ട് തന്നെ റിപ്പോർട്ട് അടിച്ചോളൂ. അഥവാ നിങ്ങളുടെ കമന്റ് ഒക്കെ ഹൈഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ നിന്ന്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ആരുടെ കമന്റ് ഹൈഡ് ആക്കാറൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മോശിന്റെ കമന്റ് ഞാൻ ഹൈഡ് ആക്കിയ. ഒടുവിലെ യാത്രയ്ക്കായെന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മിക്കവാറും ഇപ്പൊ നീ പോകും. മതി. ഇനി ഞാൻ കുറച്ചേരം മൈൻഡ് ചെയ്യാം. നീ മൈൻഡ് ചെയ്യാം. എന്റെ കൈകളിലോട്ട്, അത് ഇവന്റെ കൈകളിലോട്ട്, നമ്മുടെ കൈകളിലോട്ട്. ഓക്കെ, അടാ വാട്ടർ ബക്കറ്റ് അതിന്റെ അകത്ത് വെച്ചോണേ. സൂപ്പർ. നമുക്ക് ഒരുപാട് കൊബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോ ബെഡ് റോക്ക് ഒക്കെ ഉണ്ടാവും. ചീറ്റ് ചെയ്തല്ല, റിയലി ചീറ്റ് ചെയ്ത. നിങ്ങൾ ചാറ്റ് ചോദിച്ചോ, ഇത് ആക്ച്വലി നമുക്ക് പോസിബിൾ ആണ് ഈ ബെഡ് റോക്കില്. അല്ല, ജാതില് ഒന്നെങ്കിൽ നല്ല ലക്കുള്ളവർക്ക് കിട്ടുന്ന സംഭവം, അല്ലെങ്കിൽ എറ്റർലോസിന്റെ ബഗ്. എന്താ, ഞാൻ ചീറ്റ് ചെയ്തല്ല, ആക്ച്വലി ചീറ്റ് ചെയ്തല്ല. ഞാനിപ്പോ മറ്റേ F3 F4 അടിക്കുന്നത്. അപ്പൊ ഇവിടെ കാണാൻ പറ്റും. നോ പെർമിഷൻ ഓഫ് ചെയ്ത്. എടാ നീ നടിക്കടാ F3 F4 ഒരുമിച്ചടിക്കുക. അപ്പൊ ഇത് മനസ്സിലായത് ഇത് ക്രിയേറ്റീവ് ആണോ അല്ലെങ്കിൽ സർവൈവൽ ആണോ? അൺബാൻ ടു ഓപ്ഷൻ സ്വിച്ച് നോ പെർമിഷൻ. നമുക്ക് കേട്ടാണെങ്കിൽ റിയലി അതാണ്. എന്റെ ഒരു അച്ചീവ്മെന്റ് പൊട്ടി. തുടക്കം വേണ്ടി വന്നപ്പോ തന്നെ ഒരു അച്ചീവ്മെന്റ് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ അച്ചീവ്മെന്റ് എനിക്ക് ഗ്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കണമല്ലേ? എന്നിട്ട് എനിക്ക് സാപ്പിങ്സ് പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 അച്ചീവ്മെന്റ് ഇപ്പൊ തന്നെ പൊട്ടിക്കാം. നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് അച്ചീവ്മെന്റ്സ്. സ്റ്റോൺ ക്രാഫ്റ്റിംഗ് ടേബിൾ, പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്, വുഡൻ പിക്കാക്സ്, ഡേറ്റ്, ഇതിന്റെയൊക്കെ നമുക്ക് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 2 അച്ചീവ്മെന്റ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കണം. അച്ചീവ്മെന്റ്സ് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. അതെ. ഡു യു വാണ്ട് ടു ഫ്രണ്ട്? അപ്പൊ എനിക്ക് നമ്മുടെ വീട് ഫസ്റ്റത്തെ ഗോൾ എന്താ? എനിക്ക് നമ്മുടെ ഫസ്റ്റത്തെ ഗോള് നമ്മൾ ഇന്നൊരു ട്രീ ഫാം പണിതിട്ടേ പോകും. അതൊക്കെ ട്രീ ഫാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാപ്ലിംഗ് കിട്ടി, അത് ആ അച്ചീവ്മെന്റ് പൊട്ടി. നൈസറ.
എടാ ട്രീ ഫാം ഉണ്ടാക്കുവാൻ അടുത്ത എപ്പിസോഡ് നമുക്ക് വീട് പണിയാലോ. അതെ, പക്ഷെ അത്രയ്ക്ക് വലിയ ട്രീ ഫാം ആണോ? അത്രയ്ക്ക് നല്ലതൊന്നുമല്ല, ജസ്റ്റ് ഒരു 4 ട്രീ വളരാനുള്ള ഫാം. ഞാനും കൂടി ഒന്ന് പണിയാൻ പറ്റുമോ നോക്കാം. മോനസേ, ഞാൻ എപ്പോഴും എന്റെ സീരീസിനകത്ത് പാട്ടോടായിരുന്നു. ആ പാട്ട് ഞാനിപ്പോ പാടട്ടെ? വേണ്ട. എന്റെ ഗായകൻ MC ഉണർന്നിരിക്കുന്നു. അയ്യോ, എന്നാ പിന്നെ ചെവി കുത്താം. ഞാനൊന്നും പറഞ്ഞില്ല കഴിച്ച്, ഞാൻ മരം വെട്ട് വരുന്നു. ആ സീൻ കട്ട് ചെയ്തോണം. ഞാൻ എങ്ങനെ താഴെപ്പോയല്ല, അതുകൊണ്ട് എന്റെ സാപ്പിൾസ് ഇല്ലാത്ത വെച്ചേക്കാം. ഞാൻ എപ്പോഴും അതെ ഐറ്റംസ് എപ്പോഴും ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ. നീ പേടിക്കണം, കാട്ടണം നീ കാട്ടുപോട്ടാ. എടാ സ്റ്റോണിന്റെ ടൂൾസായ അച്ചീവ്മെന്റ് കിട്ടുവാ? സ്റ്റോണിന്റെ ടൂൾസായ അച്ചീവ്മെന്റ് കിട്ടുവോ? കിട്ടി. ആ കിട്ടി, ഞാൻ ഇപ്പഴാ കണ്ടേ. തെറ്റിച്ചേ. ഇവന് ഞാൻ എല്ലാ ഡേറ്റും കൊടുക്കണം. എടാ ഞാൻ പറഞ്ഞ രീതി തെറ്റി, അത് കാരണം ഇവിടെ മോബ്സ് സ്പോൺ ആവും. എടാ എനിക്കിത് ഇവിടെ മരം വളർന്നു. ഞാൻ ട്രീ ഫാം ഉണ്ടാക്കിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എങ്ങനെയാ മോനെ? ഇത്ര നേരം കൊണ്ട് എന്നെക്കാൾ ടൈം എടുത്ത് പറഞ്ഞു. ഇത്ര നേരം ഒരു താപ്പിളിന്റെ വസ്തു വെച്ചിട്ടുള്ളൂ. എടാ ഇത് നിന്നെക്കാട്ടി എഫിഷ്യൻസി ആയിക്കോടാ. അതെ, അതായിരിക്കൂല. ഞാൻ പകച്ചപ്പോ തന്നെ 2 സെക്കൻഡ് ആയിപ്പോ ഒരു മരം വളർന്നു അല്ലേ? ഈ മരം വലുതാവുന്നത് പതിയാണെങ്കിലും ഭയങ്കര എഫിഷ്യൻസി ആയിട്ട് ഫുഡ് തരും. അതെങ്ങനെയാ ബ്രോ? ഈ ഓക്കിലോഗ് വളരെ എഫിഷ്യന്റ് ആയിട്ടല്ലേ ഓക്കിലോഗ് ഒന്നുമില്ലേ? അല്ല, ഈ ഓക്കിലോഗ് വ്യത്യാസം. ഇത് MC നട്ട ഓക്കിലോഗാ, അപ്പം ഇത് ഭയങ്കര വലുതായിരിക്കും. നട്ട ഓക്കിലോഗ് ആണെങ്കിൽ ആ മരത്തിന് ശാപമുണ്ട്. ഞാൻ വെട്ടുന്നില്ല മരം. ആ മരത്തിന് ശാപമുണ്ട്. കണ്ടാ മരവേ, നിന്നെ കളിയാക്കുന്നുണ്ടാ? പ്രകൃതിയുടെ പവർ കാണിച്ചോടാ. അവന്റെ ഓക്സിജൻ ലെവൽ അങ്ങോട്ട് കട്ട് ചെയ്യും. നിന്റെ ഇവിടെ ഏതെങ്കിലും മോബ് സ്പോൺ ആവുവാടാ? എനിക്കറിയില്ല ബ്രോ, ഇതുവരെ സ്പോൺ ആയിട്ടില്ല. സ്പോൺ ആവും. കാരണം എന്നറിയാവാ? എനിക്കറിയത്തില്ല. കാരണം ഈ സ്ലാബ് ബ്ലോക്ക് പോലെ വെച്ചിരിക്കുന്നു. ഞാൻ പ്ലേസ് ചെയ്തതുപോലെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ മോബ് സ്പോൺ ആവൂല. മോബ് സ്പോൺ ആവുന്ന പറയുന്നത് ഫുൾ ബ്ലോക്കിലാണ്. അപ്പൊ നമ്മൾ സ്ലാബ് താഴെ വെക്കുവാണെങ്കിൽ അത് ഫുൾ ബ്ലോക്ക് അല്ല, ഹാഫ് ബ്ലോക്ക് ആണ്. അതുകൊണ്ട് മോബ്സ് സ്പോൺ ആവൂല. അതെ അതെ അതെ. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞ് എനിക്ക് ഒരു ലൈക്ക് സബ്സ്ക്രൈബും വേണം. എനിക്ക് പണ്ട് 2021 ഞാൻ വിട്ട കേസാണ് MC നമ്പർ ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. 2021 ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് സ്കൈ ബ്ലോക്ക് കളിച്ച് ഡ്രാഗനെ ഫിനിഷ് ആക്കിയതാ. എന്നിട്ട് ഇവിടെ ഫിനിഷ് ആക്കിയിട്ട് ഒരു തമ്മിൽ പഠിപ്പിച്ചിരുക. സ്റ്റോൺ പ്രൂഫ് വെക്കുമ്പോൾ സ്ലാബ് താഴത്തോട്ട് വെക്കണം, എന്നാലാണ് മോപ്പ് സ്പോൺ ആവാണ്ടിരിക്കുന്നത്. ഞാൻ പോടാ എനിക്ക് എട്ടിന്റെ പണി നേരത്തേ ഉള്ളു ഈ മരം. അയ്യോ എന്റെ ഡെഡ് ബ്ലോക്ക്, എന്റെ സാപ്ലിങ്സ്, അയ്യോ. ആ സൂപ്പർ. അതെന്താ പറ്റി? ഞാൻ ഷിഫ്റ്റ് ചെയ്തെന്നും പറഞ്ഞു എന്നതാ. ഷിഫ്റ്റ് ആക്കാൻ മറന്നു. എന്റെ ട്രീ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് തപസിരിക്കുക. അത് തപസിരിക്കലേ ഉണ്ടാവുള്ളൂ. എപ്പോ വലുതാവോ? മഴ 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 കുട കുട. മഴയാ? എവിടുത്തെ മഴ? അത് ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടേ മഴ. ഇവിടെ മഴ. പവിഴമഴ അല്ല, പവിഴമഴ അല്ല, ഇവിടെ മഴ. അവിടെ മഴ അല്ല, അവിടെ മഴയില്ല. അവിടെ എത്ര വലിയ പ്ലാറ്റ്ഫോമാന്ന് നോക്കി. ഇവിടെ ഒരു വീട് തന്നെ പണിയല്ലേ? അയ്യോ അയ്യോ എന്റെ ആക്സ്, അയ്യോ. ഇതും കൂടെ ചേർത്ത് 2ാമത്തെ പ്രാവശ്യം ആവുക. മോനത്തെ സാപ്ലിങ്സിലോണ്ട് എനിക്കാടാ. അതുവരെ അത് നടാ. MC ചുമ്മാതിരുന്നോ? സാപ്ലിങ് സാപ്ലിങ് സാപ്ലിങ്. MC അനങ്ങാണ്ടി. ൊന്നും ശല്യായില്ലോ. എന്റെ സാപ്ലിങ്സും പോയി. എടാ നീ ഒന്ന് അനങ്ങാണ്ടിരുന്ന MC. ചുമ്മാ എന്തിനാ എന്റെ ഇത് ഫാം കൊളന്നോണ്ടാ വന്നേക്കുവാ. എന്റെ സാപ്ലിങ്ങും പോയി. എടാ നീ ഒന്ന് അനങ്ങാണ്ടിരുന്ന്, നീ വരണ്ട ഇങ്ങോട്ട്.
ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു guys. എനിക്ക് ഇത്രയ്ക്ക് ഇമോഷണൽ ഡാമേജ് മതി, ഇനി വേണ്ട. ഞാൻ പറഞ്ഞ സ്ഥലം മാറ്റി വെച്ചോളൂ. ഇല്ല, ഇവിടെ തന്നെ ഈ ഓവറിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ട്രീ ഫാം ഓക്കെ ആവും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളു. ടാറ്റാ ബൈ.